മഹാനാകുന്ന ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി കാണാം, ഇഹാലത്തുക്കൽ അഅമാൽ അലാ വുജൂദിൽ ഫറാഗി മിൻ റുഊനാത്തിൻ നഫ്സി. ഇഹാലത്തുക്ക മോനെ നീ മാറ്റിവെക്കുക, അൽ അഅമാല പ്രവർത്തനങ്ങളെ, അലാ വുജൂദിൽ ഫറാഗി ഒരു ഫ്രീ വരട്ടെ, എൻ്റെ ഇപ്പോഴത്തെ ശുഗലുകളും ടെൻഷനുകളും തിരക്കുകളൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് വേണം അള്ളാഹുവിനെ ഇബാദത്തു ചെയ്യാൻ. ഒരു നല്ല സുഖം, മാനസികമായി മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും മുക്തമായ നിലക്ക് ഫ്രീ മൈൻഡോട് കൂടെ എനിക്ക് അള്ളാഹുവിനെ ആരാധിക്കണം എന്ന ഒരു ചിന്ത കാരണമായി നമ്മുടെ പ്രവർത്തനങ്ങളെ നാം മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ അത് മിൻ റുഊനാത്തിൻ നഫ്സി, നിന്റെ ശരീരം ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മഹാനാകുന്ന ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ദുനിയാവിൻ്റെ ജീവിതം, അവിടെ കയറ്റങ്ങളും ഇറക്കങ്ങളും പ്രയാസങ്ങളും എളുപ്പങ്ങളും ബുദ്ധിമുട്ടുകളും വ്യസനങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഇതൊക്കെ സമ്മിശ്രമായ ഒരു ജീവിത കാലയളവാണ് ദുനിയാവ് എന്ന് പറയുന്നത്. ആ ദുനിയാവിലെ എല്ലാ ബാധ്യതകളും എല്ലാ പ്രയാസങ്ങളും തീർന്നതിനു ശേഷം റബ്ബിനെ ആരാധിക്കുക, റബ്ബിലേക്ക് മുഴുവനായും തൻ്റെ നഫ്സിനെ തിരിക്കുക എന്നത് സാധ്യമല്ല. ഞാനും നിങ്ങളും ഏത് ഒരു മക്കാമിലാണോ ഇപ്പോൾ നിൽക്കുന്നത്, ഏതു സ്റ്റേജിലാണോ ഏതവസ്ഥയിലാണോ നിലകൊള്ളുന്നത്, നിങ്ങൾ പച്ചക്കറി കച്ചവടക്കാരനാണെങ്കിൽ അതേ നിലയിൽ നിന്നുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. നിങ്ങൾ ധാരാളം പ്രാരാബ്ധമുള്ള ഒരു ബാപ്പയാണ്, ധാരാളം പെൺമക്കൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്, അതൊന്നും നിങ്ങളുടെ ഇൽമിനെയോ നിങ്ങളുടെ ഇബാദത്തിനെയോ ബാധിക്കാൻ പാടില്ല. എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ പ്രയാസങ്ങളും അത് അതിൻ്റെ വഴിക്ക് നടക്കുകയും അതോടൊപ്പം ഉള്ളതിൽ നിന്നും കഴിയും വിധം റബ്ബിലേക്ക് നമ്മുടെ ചിന്തകളെ പ്രവർത്തനങ്ങളെ വഴിതിരിച്ചു വിടുക എന്നതാണ് വിജയിയുടെ അടയാളം. മറ്റുള്ളവൻ അവൻ അങ്ങനെ കൊതിക്കുകയാണ്, ഒരിക്കലും അവൻ ചെയ്യാത്ത പലതിനെയും അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ഫ്രീ സമയം അവന് ലഭിക്കുമെന്ന്, അങ്ങനെ ഒരു ഫ്രീ ടൈം ജീവിതത്തിൽ കിട്ടില്ല. അങ്ങനെ അവൻ മരണത്തിലേക്ക് എത്തും, ഒരു പ്രവർത്തനവും ചെയ്യാതെ മരണപ്പെടും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാളെ നീളെ മറ്റന്നാളെ എന്ന ആ മുദ്രാവാക്യം ഒഴിവാക്കി പൂർണ്ണമായും ഈ സമയം പ്രസന്റിനെ നന്നാക്കി മുന്നോട്ട് ഗമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.